അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ ഈ കാര്യം അതൊരു തമ്പനയിലോ ഹബീബിനെ കണ്ട കാര്യം ഒന്നും പറയാതെയാണ് ഞാൻ ആ ഒരു തമ്പനയിൽ പോലും ക്രിയേറ്റ് ചെയ്തത്. കാരണം എത്തേണ്ടവരിലേക്ക് മാത്രം എത്തട്ടെ എന്ന് ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. നമ്മളിത് കണ്ടു വലിയ സംഭവം എന്നുള്ള രീതിയിൽ അറിയിച്ചതല്ല. ഇൻഷാ അല്ലാഹ് ഞാൻ വിചാരിച്ചു അർഹിക്കുന്നവരിലേക്ക് റബ്ബ് ആ വീഡിയോ എത്തിക്കട്ടെ, അവർ എന്നെ കോണ്ടാക്ട് ചെയ്തോട്ടെ, കുറച്ച് പേർക്കെങ്കിലും എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുകയാണെങ്കിൽ അവർ ആ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ, ഇത്രയൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഒരുപാട് മെസ്സേജ് എനിക്ക് വന്നു. ആ മെസ്സേജ് എനിക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ മെസ്സേജ് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഫോൺ നമ്പർ വെക്കാമെന്ന്. ആ നമ്പർ ഞാൻ എന്നിട്ട് റിമൂവ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നി ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട് ഈ കാര്യം. നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളൂ ഹബീബിനെ സ്വപ്നത്തിൽ കാണാമെന്നുള്ളത്. എന്നാൽ ഇത് കണ്ടിരിക്കുന്ന ആരെയും എനിക്ക് പരിചയമില്ല. പക്ഷേ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ അറിയാം ഒരുപാട് പേര് ഹബീബിനെ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട്. പല രൂപത്തിൽ പല പല സിറ്റുവേഷനിലാണ് ആളുകൾ കണ്ടിരിക്കുന്നത്. എന്തായാലും ഞാൻ കണ്ട ഹബീബ് എങ്ങനെയാണെന്നും ഞാൻ കണ്ട സാഹചര്യം എന്താണെന്നും നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാണ്. ഈ തവണത്തെ നമ്മുടെ റമദാന് മുൻപ് ബറാഅത്ത് രാവിൻ്റെ 2 ദിവസം മുൻപ് വെള്ളിയാഴ്ച മഗ്‌രിബിനോടടുത്ത് എനിക്ക് സുഖമില്ലാതിരിക്കായിരുന്നു. ജലദോഷവും ചുമയും വല്ലാത്തൊരു അസ്വസ്ഥതകളുണ്ട്. കൂടാതെ ഞാൻ പീരീഡ്സുമാണ്. ആ ഒരു സമയത്ത് ഞാൻ മഗ്‌രിബിന് മുൻപാണ് കിടക്കാൻ പോകുന്നതിന് മുൻപ് ഞാൻ വിചാരിച്ചു, എനിക്കെന്തോ വല്ലാത്ത ക്ഷീണം അനുഭവപ്പെട്ടപ്പോഴാണ് ഞാൻ കിടക്കണത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ലൈറ്റൊക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ട്, എനിക്ക് എൻ്റെ ഒരു കസിൻ കുബ്ര സ്വലാത്ത് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് നല്ല പീസ്ഫുള്ളായിട്ട് ഒന്ന് കേട്ട് കിടക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഓഡിയോ നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ വല്ലാത്തൊരു എക്കോ ഉണ്ട്. എക്കോ എന്ന് പറയുമ്പോൾ നമ്മൾ വലിയൊരു ഹാളിലിരുന്ന് കേൾക്കുന്ന ഒരു എക്കോ ആ ഒരു ഓഡിയോയ്ക്ക് ഉണ്ട്. അപ്പോൾ ഞാൻ കണ്ണടച്ച് കിടന്നിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു, നമ്മൾ എന്തൊക്കെ ചിന്തകളാലേ നമ്മൾ കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനിപ്പോൾ മദീനയിലാണ്. ആ രീതിയിലേക്കൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്ക് നല്ല ഒരു സമാധാനവും നല്ലൊരു ആശ്വാസമല്ലേ. നമ്മുടെ ചിന്തകളാണ് ശരിക്കും നമുക്ക് ആശ്വാസവും സങ്കടവും എല്ലാം മാറി മാറി തരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ അങ്ങനെ മദീനയിലേക്ക് നടന്ന് ചെല്ലാണ്. ആ പള്ളിയിലേക്ക് ഞാൻ നടന്ന് ചെല്ലുന്നതും അവിടെ പുറത്തിരുന്ന് അല്ലെങ്കിൽ പള്ളിയുടെ അകം ഒരു പ്രാവശ്യം എനിക്ക് 2013 ആ ഒരു ഇയറിൽ എനിക്ക് ഉംറ ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു പള്ളിയും ആ ഒരു പരിസരവും എല്ലാം നമുക്ക് ഓർമ്മയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ ഇരുന്നിട്ടാണ് ഈ കുബ്രസലാത്ത് ചൊല്ലുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഉരുവിട്ട് അതിനോടൊപ്പം ഉരുവിടുന്നതെന്ന് മനസ്സിലങ്ങനെ സങ്കല്പിച്ചാണ് ഞാൻ കിടക്കുന്നത്. പക്ഷേ ആ സമയം ഞാൻ അങ്ങനെ കിടന്നിട്ട് ഉറങ്ങിപ്പോവാണ്. ശരിക്കും പറഞ്ഞാൽ ഞാനങ്ങനെ പകലങ്ങനെ കിടക്ക് ഉറങ്ങുകയൊന്നും ചെയ്യുന്ന ആളൊന്നുമല്ല. പക്ഷേ എൻ്റെ ക്ഷീണം കൊണ്ട് ഞാനങ്ങനെ ഉറങ്ങിപ്പോവാണ്. അപ്പോൾ അതേ സമയം തന്നെ ഈ കുബ്രസലാത്ത് തീർന്നിട്ട് എൻ്റെ ഫോണിൽ ഞാൻ ഒരുപാട് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പുറകെ ഓരോന്നോരോന്ന് പ്ലേ ആയി വരുന്നുണ്ട്. അപ്പോൾ മഗ്‌രിബിന് മുൻപ് നമ്മൾ ചൊല്ലുന്ന ഒരു തസ്ബീഹ് ഉണ്ടല്ലോ, ആ തസ്ബീഹ് അതിലേക്ക് പ്ലേ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പാതി മയക്കത്തിലും പാതി ഒരു ഇടയ്ക്കൊന്ന് ഇങ്ങനെ ഉണരും, അത് കഴിഞ്ഞിട്ട് വീണ്ടും ആ ഒരു ഉറക്കത്തിലേക്ക് പോകും. അപ്പോൾ അങ്ങനെ ഈ തസ്ബീഹ് പ്ലേ ആയി വന്നപ്പോൾ ഞാൻ അതിനൊപ്പം തസ്ബീഹും ഉരുവിട്ടുകൊണ്ട് കിടന്നു. അപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് ഈ ആ സമയത്താണല്ലോ ഞാൻ കിടക്കണത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ശരീരത്തിന് സുഖമില്ലാതിട്ടില്ലേ, എന്തായാലും കുഴപ്പമില്ല, കുറച്ച് സമയം അങ്ങനെ കിടക്കാം എന്ന് വിചാരിച്ച് അതൊക്കെ കേട്ട് കേട്ട് ഇങ്ങനെ കിടക്കാണ്. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും കണ്ണടഞ്ഞു പോവും. അങ്ങനെ എഴുന്നേറ്റപ്പോൾ പിന്നെ കേൾക്കുന്നത് മദ്ഹ് ഗാനങ്ങൾ, അത് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അത് അങ്ങനെ കയറി വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഞാനിങ്ങനെ കിടന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മക്കൾ ഡോറൊക്കെ അടച്ചിട്ടുണ്ടോ എന്നറിയാമെന്ന് കരുതിയിട്ട് ഞാൻ ഫ്രണ്ടിലെ ഡോർ അവർ തുറന്നിട്ടേക്കാണോ എന്നറിയാമെന്ന് കരുതി ബെഡ്റൂമിൻ്റെ ഡോറ് തുറന്ന് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി വന്ന് വീണ്ടും കിടക്കാണ്. ആ സമയത്ത് ഞാൻ ഡൗൺലോഡ് ചെയ്യാത്ത വേറൊരു മദ്ഹ് ഗാനം യൂട്യൂബ് റെക്കമെൻഡ് ചെയ്ത് കയറി വരുമല്ലോ, ആ രീതിയിൽ വന്നിട്ടുണ്ട്. മക്കത്തുദിത്ത റസൂൽ എന്ന് തുടങ്ങുന്ന ആ ഗാനം ഉണ്ടല്ലോ, അതിന് വല്ലാത്തൊരു ഫീലാണ്. ആ പാട്ട് ആ മദ്ഹ് അങ്ങനെ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് നല്ല എന്ത് രസമാണ് എന്നൊക്കെ വിചാരിച്ചിട്ട് അത് കുറച്ച് അങ്ങനെ കേട്ടിട്ട് ഞാൻ വേഗം തന്നെ റിപ്പീറ്റ് ചെയ്ത് വീണ്ടും വെച്ചു.
സ്റ്റാർട്ടിങ് ഒന്നുകൂടി കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സമയത്ത് ആ പാട്ട് വെച്ചിട്ട് ഞാൻ വീണ്ടും കണ്ണടയ്ക്കാണ്. ആ കണ്ണടച്ചങ്ങനെ ഉറക്കത്തിലേക്ക് വീഴുന്നതും ഞാൻ ഒരു രൂപം കാണാണ്. ഒരു ട്രഡീഷണൽ ഡ്രസ്സിൽ നമ്മൾ എന്താ പറയുക, പണ്ടത്തെ പ്രവാചകന്മാരുടെ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ എന്താ ഈ ഈസാ നബിയുടെ ചരിത്രം, ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ വസ്ത്രം, അങ്ങനത്തെ ഒരു വസ്ത്രം ഉണ്ടല്ലോ, ഫുൾ ഗൗൺ പോലെയുള്ള ഒരു വസ്ത്രം, ഫുൾ സ്ലീവ്, ആ ഒരു ഡ്രസ്സിൽ ഒരാൾ നിൽക്കുകയാണ്. പക്ഷേ ബാക്ക്ഗ്രൗണ്ട് ഏത് ഭാഗത്താണ് നിൽക്കുന്നതെന്നൊന്നും നമുക്ക് മനസ്സിലാവാത്ത തരത്തിൽ ഈ ഒരു ആളെയാണ് കാണുന്നത്. പക്ഷേ ഈ ആൾ നിൽക്കുന്നത് എനിക്ക് സങ്കല്പിക്കാൻ പറ്റും, ഒരു താഴെ കുറേ ആളുകൾ ഇരുന്നിട്ട് ഈ ആളുകൾക്ക് അഭിമുഖമായിട്ടാണ് നിൽക്കുന്നത്. ആ ഒരു രീതിയിൽ ഒരു നേതാവ് നിൽക്കുന്ന പോലെ ഉള്ളൊരു രൂപം ഇങ്ങനെ നിൽക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഞാൻ കണ്ണ് തുറന്നു. ആ കണ്ണ് തുറന്നിട്ട് ഞാനിത് ആരാന്ന് വിചാരിച്ചിട്ടാണ് വേഗം കണ്ണ് തുറക്കാണ്. അപ്പോൾ അങ്ങനെ കണ്ണ് തുറന്നിട്ട് പിന്നെ ഞാൻ ഈ ഫോണിലേക്ക് നോക്കുമ്പോൾ ഈ ഫോണിൽ ആ മക്കത്തുദിത്ത റസൂൽ എന്ന് തുടങ്ങുന്ന ആ ഗാനത്തിനിടയിലൊക്കെ സ്വലാത്തും ഇങ്ങനെ ചൊല്ലണുണ്ട്. അപ്പോൾ അതിലെ വരികൾ ഇങ്ങനെ എഴുതി പോണുണ്ട്, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഞാനിതിലേക്ക് ഇങ്ങനെ നോക്കും, ഞാൻ കണ്ടത് ആരെയാന്ന് വിചാരിക്കും. അപ്പോൾ എൻ്റെ കണ്ണുകൾ അങ്ങനെ നിറഞ്ഞൊഴുകണുണ്ട്, ആരെയാണ് ഞാൻ ശരിക്കും കണ്ടതെന്ന് വിചാരിച്ചിട്ട്. വല്ലാത്തൊരു എന്താ പറയുക, എനിക്ക് എൻ്റെ മനസ്സിലുള്ള ഹബീബ് അങ്ങനെ ഒരു രൂപമേ അല്ല. ഞാൻ കണ്ട ആൾ അത്യാവശ്യം നല്ല വണ്ണമുണ്ട്, ശരീരമുണ്ട്, നല്ല ഒത്തൊരു മനുഷ്യനെയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിലുള്ള ഹബീബ് അങ്ങനെ ഒരു രൂപമേ അല്ല. നമ്മൾ ചെറിയ പ്രായം മുതൽ, ചെറിയ പ്രായത്തിൽ നമ്മുടെ ഉള്ളിലേക്ക് കയറുന്ന ആളുകൾ, രൂപങ്ങൾ, അതിനൊന്നും വലുതായാലും വലിയ വ്യത്യാസങ്ങൾ വരുന്നില്ല. കാരണം നമ്മുടെ ചെറുപ്പത്തിൽ നമ്മൾ അറബികളെ ഒന്നും അങ്ങനെ കാണണമൊന്നുമില്ല. നമുക്ക് ഇത്ര സോഷ്യൽ മീഡിയ കാര്യങ്ങളൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഹബീബ് എന്ന് പറയുമ്പോൾ ഒരു കേരളത്തിൽ നമ്മൾ കണ്ടുവരുന്ന പ്രായമായ ആളുകളുടെ ഒരു രൂപമുണ്ട്. അത് തന്നെയാണ് എൻ്റെ ഉള്ളിൽ ഹബീബ് എന്ന് പറയുമ്പോൾ വരുന്നത്. പിന്നെ നമ്മൾ കേട്ടിട്ടുണ്ട് ഒരുപാട് സൗന്ദര്യമുണ്ടെന്നും അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ ഞാൻ വിചാരിക്കും നല്ല ഭംഗിയുള്ള ഒരാളാണ്. പിന്നെ വീണ്ടും നമ്മൾ ചരിത്രത്തിലേക്ക് പോകുമ്പോൾ, ചരിത്രം കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരുപാട് പട്ടിണി കിടന്നിരിക്കുന്ന, ഒരുപാട് കഷ്ടപ്പെട്ട് ഇറാ ഗുഹയിലിരുന്ന്, അല്ലെങ്കിൽ ഇവിടുന്ന് മദീനയിലേക്ക് കഷ്ടപ്പെട്ട് പോയി, അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ ഒരുപാട് ക്ഷീണിതനായ ഒരു ആളെയാണ് എൻ്റെ ഉള്ളിലുള്ള ഹബീബ് എന്ന് പറയുന്നത്. ആ ഒരു രൂപമാണ്. പക്ഷെ ഞാൻ കണ്ട ആളെന്ന് പറയുമ്പോൾ വല്ലാത്തൊരു മനുഷ്യനാണ് ഞാൻ കണ്ടിരിക്കുന്നത്. ഞാൻ വേഗം തന്നെ എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ കസിനെ വിളിക്കുകയാണ്. ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, എടി ഞാനിങ്ങനെ ഈ ഒരു സിറ്റുവേഷൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ കിടക്കുകയാണ്, ഈ സമയത്ത് ഞാൻ ഇന്ന പോലെ ഒരാളെ കാണാണ്. അപ്പോൾ അവളും ചോദിക്കുകയാണ്, ഞെറിവുള്ള ഡ്രസ്സ് പോലെയുള്ള ഡ്രസ്സാണോ എന്ന് അവളും ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് എന്തൊക്കെയോ ആണ്, അങ്ങനത്തെ ഒരു ഗൗൺ പോലെയുള്ളൊരു ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അവൾ ഒരുപാട് മുൻപ് കണ്ടിട്ടുള്ള ഒരു ഇത് വെച്ചിട്ട് എൻ്റെ അടുത്ത് കളറ് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആ കളർ അതല്ല, എൻ്റെ നമസ്കാര ഡ്രസ്സിൻ്റെ ഒരു കളറുണ്ട്, നല്ല ബ്രൈറ്റായിട്ടുള്ള ഒരു ആഷ് കളറിൻ്റെ, എന്നാൽ തൂവെള്ളയല്ല, തൂവെള്ള അല്ലാത്ത ഒരു ആഷ് കളറിൻ്റെ ഒരു ഗ്രീൻ മിക്സ് ആയിട്ടുള്ള ഒരു ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ആഷ് കളർ, ആ കളറിലുള്ള വസ്ത്രമാണ് ഇട്ടേക്കുന്നത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ആ ഒരു കാര്യമൊക്കെ അങ്ങനെ ഷെയർ ചെയ്തിട്ട് അവൾ പറഞ്ഞു അത് തന്നെയാണ്, അത് നബി തന്നെയാണ്, വേറെ ആരുമല്ല. അപ്പോൾ അവളും ഒരുപാട് വർഷങ്ങൾ മുൻപ് കണ്ടിട്ടുണ്ട്. അങ്ങനെ കണ്ട സമയത്ത് മറ്റുള്ളവരോട് പറഞ്ഞപ്പോൾ ആർക്കും അങ്ങനെ അതൊന്നും ആവില്ല എന്നുള്ളൊരു ഇതിൽ അങ്ങനെ തള്ളി മാറ്റി കളഞ്ഞു. പക്ഷേ ഞാനിത് വിശദീകരിക്കുമ്പോൾ അവൾ പറയാണ്, എനിക്കിതുപോലെ പറയാനറിയാൻ പാടില്ലായിരുന്നു. അപ്പോൾ അത് അന്ന് അവൾ കണ്ടതും അത് തന്നെയാണെന്നാണ് അവളെന്നോട് പറയണത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഫോൺ വെച്ച് കഴിഞ്ഞിട്ട് വേഗം തന്നെ എൻ്റെ മോളുടെ അടുത്ത്, അവൾ പഠിക്കുകയാണ്, അപ്പോൾ അവളുടെ അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു, സച്ചു ഞാനിങ്ങനെ ഒരു ആളെ കണ്ടു, ഇതാണ് സിറ്റുവേഷൻ, ഇതാണ്. അപ്പോൾ ഈ സമയത്ത് പക്ഷേ ഞാൻ കണ്ട ആളുടെ രൂപം എന്ന് പറയണത് ആടയാഭരണങ്ങളില്ലാത്തൊരു രാജാവിൻ്റെ പ്രൗഢിയുള്ള ഒരാളെയാണ് ഞാൻ കണ്ടേക്കുന്നത്. പക്ഷേ ഹബീബ് അങ്ങനെയായിരിക്കുമോ? ഞാൻ അവളോട് തന്നെ ചോദിക്കുക, ഹബീബ് അങ്ങനെയായിരിക്കുമോ? ഞാൻ കണ്ട ആൾക്ക് അത്യാവശ്യം വണ്ണമുണ്ട്, അതുപോലെ നമ്മുടെ ടി വിയിലോ അല്ലെങ്കിൽ സിനിമകളിലോ ഒക്കെ കാണുന്ന പോലെ നല്ല പ്രൗഢിയുള്ള, ശരിക്കും പറഞ്ഞാൽ സാധാരണ മനുഷ്യർക്ക് അങ്ങനെ ഒരു ശരീരമില്ല.
നല്ല വർക്കൗട്ട് ചെയ്യുന്നവർക്കാണ്, ജിമ്മിൽ പോകുന്നവർക്കാണ് അതുപോലെയുള്ള ശരീരം ഉണ്ടാവുക. എന്നാൽ ജിമ്മിൽ പോണവരുടെ ശരീരമല്ല, വ്യത്യാസമുണ്ട്. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ എനിക്ക് സംശയവും ആകെ ഒരു കൺഫ്യൂഷനുണ്ട്. ഞാൻ കണ്ടത് ഹബീബിനെ തന്നെ ആയിരിക്കുമോ എന്നുള്ളത്. അപ്പോൾ അവളിങ്ങനെ ഇതൊക്കെ കേട്ടിട്ട് പറഞ്ഞു ആയിരിക്കും, അതെന്നെ ആയിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞു എന്നാൽ നമുക്ക്, എൻ്റെ വീട് തൊട്ടടുത്താണല്ലോ, നടന്നു പോകാനുള്ള ദൂരമുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് അമ്മച്ചിയുടെ അടുത്ത് പോകാമെന്നും പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി വീട്ടിൽ പോയി. വീട്ടിൽ ചെന്ന് അങ്ങനെ ഇരുന്നിട്ട് പിന്നെ ഞാനത് അമ്മച്ചിയുടെ അടുത്ത് ചെന്നപ്പോൾ തന്നെ ഒന്നും പറയണമെന്നില്ല, പതുക്കെ അങ്ങനെ ഇരുന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, ഞാൻ ഇങ്ങനെ ഒരു ആളെ കണ്ടു, അപ്പോൾ അതുതന്നെ ആയിരിക്കുമോ എന്നൊക്കെ പറയാണ്. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഇങ്ങനെ ഇരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ പറയും എന്നാലും നല്ല വണ്ണമുണ്ട്, നല്ല വിരിഞ്ഞ ഷോൾഡറൊക്കെ ഉണ്ട്, അതുപോലെ വയറ്. അപ്പോൾ തന്നെ എൻ്റെ കസിനും ഉച്ചിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വയറൊക്കെ ഉണ്ട്, അത്യാവശ്യം നല്ല ശരീരമാണ്, നല്ല ഫ്ലഷിയാണ് ബോഡി, വയറുണ്ട് പക്ഷെ വയറ് ചാടിയിട്ടില്ല, അങ്ങനെയൊക്കെ ഇങ്ങനെ വിവരിക്കുകയാണ് ഓരോന്ന്. അപ്പോൾ പൊക്കം പറയുമ്പോൾ ഒരുപാട് പൊക്കമല്ല, എന്നാൽ അത്യാവശ്യം പൊക്കമുള്ള നല്ല സൈസുള്ള ഒരാളാണ്, നല്ല ഒരു പ്രൗഢിയും തേജസ്സുള്ള ഒരാളാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പാട്ടുണ്ടല്ലോ മക്കത്തുദിത്ത റസൂൽ, ആ പാട്ട് എങ്ങനെയാണോ നമുക്ക് കേട്ടപ്പോൾ എനിക്ക് ഹരം കൊണ്ട് എന്ത് രസം എന്ത് പവറാണെന്ന് തോന്നിയത്, അതേ രീതിയിലാണ് ഞാൻ ഈ ആളുടെ രൂപവും ആ ഒരു ഷോളൊക്കെ സൈഡിൽ കയ്യിലുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്യണേ. അതാണ് പറഞ്ഞത് ആടയാഭരണങ്ങളില്ലാത്ത രാജാവെന്ന്. ആ ഒരു രീതിയിലാണ് ഈ ആൾ നിൽക്കുന്നത്. വളരെയധികം എന്താ പറയുക, വളരെയധികം പ്രൗഢിയോടുകൂടിയുള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ ഞാൻ എന്നിട്ട് ഇവർക്ക് ഞാൻ കണ്ട ആളുടെ രൂപം കാണിച്ചു കൊടുക്കാമെന്ന് എഴുതിയിട്ട് പിൻട്രസ്റ്റിലും ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുന്നുണ്ട്. പക്ഷെ വരുന്നതൊക്കെ നമ്മൾ പണ്ട് ടി വിയിലൊക്കെ കണ്ടിരിക്കുന്ന പോലെ തന്നെ യേശുക്രിസ്തുവിൻ്റെ ചരിത്രം ഉണ്ടല്ലോ, ആ ഒരു രീതിയിലുള്ള പഴയ ആളുകളെയൊക്കെയാണ് കാണുന്നത്. അപ്പോൾ അതിലൊന്നും ഇത്രയും ശരീരമുള്ള ഒരു മനുഷ്യനെ, ഈ ഒരു പ്രൗഢിയുള്ള മനുഷ്യരെ കാണണില്ല. പല ഫോട്ടോസും പല കാര്യങ്ങളും ഞാൻ സെർച്ച് ചെയ്ത് നോക്കി. ഞാൻ കണ്ട ആളെ ഇവർക്കൊന്ന് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ആ ഒരു അത്രയും ശരീരമുള്ള ഒരാൾ, അത്രയും പ്രൗഢിയുള്ള ഒരാളെ ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. അവസാനം ഞാനിങ്ങനെ മുത്ത് റസൂലിനെ സ്വപ്നം കണ്ടിരിക്കുന്ന ആളുകളുടെ വീഡിയോസ് യൂട്യൂബിൽ സെർച്ച് ചെയ്യാണ് അവിടെ ഇരുന്ന് തന്നെ. അങ്ങനെ സെർച്ച് ചെയ്ത് ലാസ്റ്റ് ഡ്രസ്സിൻ്റെ കളറുകൾ, ഹബീബ് ഉപയോഗിച്ചിരുന്ന ഡ്രസ്സിൻ്റെ കളറുകൾ ഏതാണ്, അങ്ങനെയുള്ള വീഡിയോസൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ നോക്കിയാണ് സാബി, അങ്ങനെ എന്തോ സാബി വ്ളോഗ്സ് എന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല, അങ്ങനെ ഒരു അവരുടെ ഒരു കോൺവെർസേഷൻ, അവരിങ്ങനെ നബിയുടെ ശരീരഘടന വിവരിക്കുന്ന, ഞാൻ ഡ്രസ്സിൻ്റെ കളറ് നോക്കിയാണ് ഇങ്ങനെ വീഡിയോസ് കാണുന്നത്. പക്ഷേ ഞാൻ സെർച്ച് ചെയ്ത് എത്തുന്നത് ഇങ്ങനെ ശരീരഘടന വിവരിക്കുന്ന ഒരു വീഡിയോ. റബ്ബെ പറഞ്ഞ വിശ്വസിക്കാത്തത്ര എന്നെ ഞെട്ടിച്ചു കൊണ്ടുള്ള വിവരണങ്ങളാണ് അതിൽ പറയണത്. അപ്പോൾ എൻ്റെ കൂടെയുള്ളവരോടും അത്രയും നേരം ഞാനിങ്ങനെ ഇരിക്കും, വീണ്ടും വിവരിക്കും, കണ്ടത് ഓർത്തെടുത്ത് വിവരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവരുടെ ഈ ഒരു വീഡിയോ പ്ലേ ചെയ്യുന്നത്. ഞങ്ങളെല്ലാവരും ഇരുന്നിട്ട് തന്നെയാണ് കേൾക്കുന്നത്. അപ്പോൾ കേൾക്കുമ്പോൾ ഇങ്ങനെ വിവരിക്കുകയാണ് നബിയുടെ ചെസ്റ്റ്. എനിക്കറിയേണ്ടത് ഇത്ര വലിയ ഷോൾഡറാണോ? അപ്പോൾ വിവരിക്കുന്നുണ്ട് ഇത്രയധികം ഭാരമുള്ള ഒരു തടി തോളിൽ വെക്കാൻ പാകത്തിനുള്ള ഒരു ഷോൾഡറാണ് റസൂലിൻ്റെ എന്നുള്ളത്. അത് കഴിഞ്ഞ് ഓരോ ശരീരഭാഗങ്ങളും വിവരിച്ച് വരുമ്പോൾ വയറിനെക്കുറിച്ചും ചെസ്റ്റിനെക്കുറിച്ചൊക്കെ പറയാണ്, നെഞ്ചും വയറിനെക്കുറിച്ചൊക്കെ വിവരിക്കുമ്പോൾ റബ്ബേ എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിൽ അതിൽ പറയാണ് വയറുണ്ട് പക്ഷേ ചാടിയിട്ടില്ല. ഞാൻ പറഞ്ഞ അതേ വാക്കുകൾ അതിലും പറയാണ്, എൻ്റെ കൂടെ ഇരിക്കുന്നവരും കേൾക്കാണ്. എനിക്കപ്പോൾ അത് ഇത്രയും വിവരിക്കാൻ എങ്ങനെ സാധിച്ചു എന്ന് പോലും എനിക്കറിയില്ല. അപ്പം അങ്ങനെ ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് പൂർണ്ണമായും വിശ്വാസമായത് ഞാൻ കണ്ടത് ഹബീബാണെന്നുള്ളത്. അൽഹംദുലില്ലാഹ്. എനിക്ക് നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ, ഈ ദുനിയാവിൽ നമ്മൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ മരിക്കുന്നതിന് മുൻപ് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ്. അതിൻ്റെ മുകളിലേക്കൊന്നുമില്ല, അതിൻ്റെ താഴെയാണ് ബാക്കിയെല്ലാം വരുന്നത്. മുസ്ലിമായി പിറന്ന എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു തിരുരൂപമാണത്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും അത് കാണാൻ സാധിക്കട്ടെ.
പലർക്കും സംശയമാണ് നമ്മളെങ്ങനെ അത് ഹബീബാണെന്ന് എനിക്ക് മനസ്സിലായത്. ഞാൻ കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ ഞാൻ മനസ്സിലാക്കി എന്നുള്ളത്. പക്ഷേ ഈ ഒരു സിറ്റുവേഷനിലൂടെ ഇത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കും ബോധ്യമാവും എങ്ങനെ ഞാനത് മനസ്സിലാക്കി എന്നുള്ളത്. അപ്പോൾ ഈ ഒരു സ്വപ്നം കാണുന്നത് കൂടാതെ എനിക്ക് വീണ്ടും പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. പറഞ്ഞാൽ വിശ്വസിക്കാത്തത്ര എനിക്ക് അത് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷേ ഹബീബിനെ അത്ര ഇഷ്ക് വെച്ച് ജീവിക്കുന്നവർക്ക് തീർച്ചയായും ഞാൻ പറയണത് വിശ്വസിക്കാനും പറ്റും. പിന്നീട് ഞാൻ കുബ്ബ കണ്ടിട്ടുണ്ട്. പിന്നെ അതിനിടയിലുള്ളതൊന്നും ഞാൻ ഷെയർ ചെയ്യുന്നില്ല. അതൊക്കെ എൻ്റെ ഒരു പേഴ്സണൽ സീക്രട്ടായിട്ട് തന്നെ ഇരിക്കട്ടെ. പിന്നെ ഇത്തവണ എൻ്റെ അനിയത്തി ഹജ്ജിന് പോയിട്ടുണ്ടായിരുന്നെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. അവൾ എന്നെ അവിടെ നിന്ന് വിളിച്ചു. മിനയിൽ നിന്നാണെന്നാണ് എൻ്റെ ഓർമ്മ. അവിടെ നിന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അവൾ പകൽ കിടന്ന് ഉറങ്ങിപ്പോയ സമയത്ത് മദീനയിൽ റൗളയിൽ ഞാനും അവളും നിൽക്കുന്നതായിട്ട്. അപ്പോൾ ഞാൻ അവിടെ ഇരിക്കുകയാണ്. എന്നിട്ട് അവളെ കൈ കട്ടി വിളിക്കുകയാണ്, വേഗം വാ വേഗം വാ ഇങ്ങോട്ട് നോക്കുന്നു പറഞ്ഞ് അവൾ വന്നിട്ട് ഞാൻ പറഞ്ഞ ഭാഗത്തേക്ക് അവൾ നോക്കുമ്പോൾ റൗളയുടെ ഉള്ളിലേക്ക് അവിടെ മറ്റാരും കാണാത്ത ഏതോ ഭാഗം കാണാൻ പറ്റിയെന്നും. അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് നടന്നു പോകുന്ന സമയത്ത് ആ ഖബർ സ്റ്റാൻഡിലേക്ക് നമ്മൾ പോയില്ലല്ലോ, അവിടെയും കൂടി പോയിട്ട് പോവാമെന്ന് പറഞ്ഞിട്ട് ജനത്ത് ബക്കിയിലേക്ക് അവളെ വിളിക്കുന്നതും ഒക്കെ ആയിട്ട് അവൾ അവിടെ വെച്ച് സ്വപ്നം കണ്ടു എന്നും പറഞ്ഞ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അൽഹംദുലില്ലാ എന്തോ ഒരു ബർക്കത്ത് റബ്ബ് തന്നു. അത് എനിക്കറിയില്ല എന്തുകൊണ്ട് എന്നെ അതിന് റബ്ബ് തിരഞ്ഞെടുത്തു എന്ന്. ഈ വീഡിയോ എൻ്റെ ഈ ഒരു വോയിസ് കേൾക്കുന്ന എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളെപ്പോലെ നിങ്ങളൊരിക്കലും ഞാനൊരു പ്യുവറായിട്ടുള്ള ഒരു ഹൃദയമുള്ള ഒരാളാണെന്ന് വിചാരിക്കേ വേണ്ട. നിങ്ങളെപ്പോലെ ഈ കാലഘട്ടത്തിൽ നടക്കുന്ന എല്ലാം കണ്ടും കേട്ടും അറിഞ്ഞും അനുഭവിച്ചും നടക്കുന്ന സാധാരണ പച്ചയായ ഒരു മനുഷ്യനാണ് ഞാൻ. വെറും സാധാരണ സ്ത്രീയാണ് ഞാൻ. എൻ്റെ ഇബാദത്ത് കൊണ്ട് മാത്രമാണോ ഞാനിത് കണ്ടതെന്ന് എനിക്കറിയില്ല. ഒന്ന് ഞാൻ പറയാം, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻപ് ഞാൻ ചെയ്ത വ്ളോഗിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ വിലയിരുത്തുന്ന പോലെയോ നമ്മൾ മനസ്സിലാക്കുന്ന പോലെയോ അല്ല ആരും ഒരു വ്യക്തിയും ഒന്നും. നമ്മൾ വിചാരിക്കും മറ്റുള്ളവർ ചെയ്യുന്നതൊക്കെ തെറ്റാണ്, നമ്മൾ ചെയ്യുന്നത് ശരിയാണ്. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും നമ്മൾ ചെയ്യുന്നതൊക്കെ തെറ്റാണ്, മറ്റുള്ളവർ ചെയ്യുന്നതാണ് ശരി. ഇതെല്ലാം തീരുമാനിക്കുന്നത് റബ്ബാണ്. റബ്ബ് നോക്കുന്നത് ഹൃദയത്തിലേക്കാണ്, വേറെ ഒന്നിലേക്കൊന്നുമില്ല. ബാക്കി ഖുർആനിൽ നമുക്ക് ഹലാലും ഹറാമും ആക്കി തന്നിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടിയുള്ളതാണ്. റബ്ബ് തൻ്റെ സൃഷ്ടിയെ സ്നേഹിക്കുന്ന പോലെ, അല്ലെങ്കിൽ ഹബീബ് തൻ്റെ ഉമ്മത്തിനെ സ്നേഹിക്കുന്ന പോലെ മറ്റാർക്കും നമ്മളെ സ്നേഹിക്കാൻ കഴിയില്ല, മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പോൾ ഒരു ഉമ്മ വാപ്പ അതിൻ്റെ സ്നേഹം എത്രമാത്രമാണ് നമുക്കറിയാം. അപ്പോൾ അതിന് മുകളിലാണ് നമ്മുടെ ഹബീബും റബ്ബും നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു സാധാരണ സ്ത്രീയായ ഞാൻ പിന്നെ വിചാരിക്കും, പലരും പറയും ഇതൊക്കെ സീക്രട്ടായിട്ട് വെക്കേണ്ട കാര്യം. എനിക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിഞ്ഞു. അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ ഞാൻ ഇന്ന് രാവിലെ ദുആ ചെയ്തിട്ടാണ്. ഞാൻ രാവിലെ ജിമ്മിലേക്ക് പോകാൻ നേരത്ത് ഇന്ന് പോകണോ അല്ലെങ്കിൽ ഈ ഒരു ഓഡിയോ കൊടുത്താലോ, ഇനി പോയി വരുമ്പോൾ എനിക്ക് ക്ഷീണാവോ മടിയാവോ, അപ്പോഴും ഞാൻ ദുആ ചെയ്യാം, റബ്ബേ എനിക്ക് ഇത് ഹൈറാണെങ്കിൽ ഈ ഒരു സന്ദേശം എനിക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത് ഹൈറാണെങ്കിൽ റബ്ബേ ഞാൻ പോയി വരുമ്പോൾ എനിക്കൊരു മടിയും ക്ഷീണവും കൂടാതെ ഇന്ന് എനിക്ക് ഈ വോയിസ് കൊടുക്കാൻ സാധിക്കണം, ഇല്ലെങ്കിൽ അത് വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ രാവിലെ ഇറങ്ങുന്നത്. എനിക്ക് ജിമ്മിൽ ചെന്നിട്ട് ഇന്ന് തലവേദന എടുത്തിട്ട് എനിക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. മൈഗ്രെയിൻ 2 ദിവസമായിട്ട് ഈ മെസ്സേജുകൾക്കൊക്കെ റിപ്ലൈ കൊടുത്തിട്ട് എനിക്ക് ഭയങ്കര തലവേദന. അപ്പോൾ എനിക്ക് ഇന്ന് ചെയ്യേണ്ട വർക്കൗട്ടല്ല, എനിക്ക് വേറെ വർക്കൗട്ടാണ് ഇന്ന് ചെയ്തത്. അപ്പോഴും ഞാൻ വിചാരിച്ചു ഇന്ന് പടച്ചോനത് വേണ്ടാന്ന് തീരുമാനിച്ചിരിക്കുകയായിരിക്കും എന്ന്. പക്ഷേ വീട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റൊക്കെ എടുത്തു. വീണ്ടും കുറേ പേർക്ക് പേഴ്സണൽ മെസ്സേജ് റിപ്ലൈ ഒക്കെ കൊടുത്ത് കഴിഞ്ഞ് എൻ്റെ തലവേദനയൊക്കെ മാറി നല്ലൊരു ഉഷാറ് കിട്ടിയ സമയത്താണ് ഞാൻ ഈ ഒരു വോയിസ് കൊടുക്കാനിരിക്കുന്നത്. ഇതുപോലെ എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ചോദിക്കുന്നതും അഭിപ്രായം ചോദിക്കുന്നതും പറയുന്നതും എൻ്റെ റബ്ബിനോടാണ്. ഇപ്പോഴും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടാവും എന്തോ എനിക്കൊരു സ്പെഷ്യാലിറ്റി ഉണ്ടായിട്ടായിരിക്കാം പടച്ചോനത് കാട്ടി തന്നതെന്ന്. പക്ഷെ ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് പടച്ചോനെ എന്താണ് എനിക്ക്
എനിക്കത് കാണാനുള്ള യോഗ്യത ഉണ്ടോ എന്നാണ്. എന്നേക്കാൾ കൂടുതൽ ഒരുപാട് അമല് ചെയ്യുന്ന ആളുകളുണ്ട്. ഞാനൊന്നുമല്ല, അത്ര അധികം അമലുകൾ ചെയ്ത് ചെറുപ്പം മുതലേ ചെയ്തു പോരുന്ന ആളുകളുണ്ട്. പക്ഷേ അവർക്കിവിടെ അല്ലെങ്കിൽ പരലോകത്ത് അതിന് ഉത്തരം റബ്ബ് കൊടുത്തിരിക്കും. അപ്പോൾ നമുക്കൊരു വിശ്വാസം വേണം. ഇതിൽ നിന്ന് നിങ്ങൾ വിശ്വസിച്ചു, നമ്മുടെ ഇസ്ലാം എന്ന് പറയുന്നത് അത് വല്ലാത്തൊരു അനുഭൂതി തന്നെയാണ്. മടി പിടിച്ചിരിക്കുന്നവരെല്ലാവരും അതിൽ നിന്ന് പുറത്ത് കടക്കുക. അതിന് വേറെ ഒരു ടിപ്സും വേണ്ട. പടച്ചവനോട് ദുആ ചെയ്യുക, കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും. ഞാനും ഇതുപോലെ മടി പിടിച്ചിരുന്നിട്ടുണ്ട് ഒരുപാട് നാൾ. വേറെ ഒന്നുമില്ല, എനിക്ക് തൈറോയിഡ്, ഹോർമോൺ ചേഞ്ചസും കാര്യങ്ങളും പ്രശ്നങ്ങളും, മൂഡ് സ്വിങ്സ്, എങ്ങനെ എന്തൊക്കെയുണ്ടോ നമ്മൾ മൈൻഡുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയുണ്ടോ അതെല്ലാ പ്രശ്നങ്ങളുള്ള ആളാണ്. ശരീരത്തിന് ഭയങ്കര ക്ഷീണമായിരിക്കും, തളർച്ചയായിരിക്കും, രാവിലെ എഴുന്നേക്കാൻ വയ്യ, പല പ്രശ്നങ്ങളുണ്ട്. അപ്പോഴൊക്കെ ഞാൻ പറയുന്നതും അഭിപ്രായം ചോദിക്കുന്നതും റബ്ബിനോട് തന്നെയാണ്. റബ്ബേ, എന്താണ് ഇങ്ങനെ? ജീവിതം ഒന്നുമല്ലല്ലോ, ഒന്നും ഒരു തരത്തിലും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ലല്ലോ എന്ന്. നിങ്ങളുടെയും പ്രശ്നം അത് തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഏറ്റവും വല്ലാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അത്രയും ബിസി ആയിട്ടുള്ള, ശരിയും തെറ്റും തിരിച്ചറിയാൻ പറ്റാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ വിചാരിക്കും നമ്മളെ പടച്ചോൻ വേണ്ടാന്ന് വെച്ചിട്ടുണ്ടെന്ന്. ഒരിക്കലും ഇല്ല. പടച്ചോൻ, നമ്മുടെ ഉമ്മാനേക്കാൾ കൂടുതൽ പടച്ചോൻ നമ്മളെ സ്നേഹിക്കുന്നു പറയുമ്പോൾ ഏത് നമ്മുടെ തെറ്റും പുറത്തു തരാൻ റബ്ബിനോളം മറ്റാർക്കും സാധിക്കില്ല. അത്രയും പടച്ചോൻ നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ തൗബ ചെയ്യുക, റബ്ബിലേക്ക് മടങ്ങുക. ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമാണ് റബ്ബ് നമ്മളെ ഇങ്ങോട്ടേക്ക് വിട്ടേക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ റബ്ബിന് മലക്കുകളെ മാത്രം സൃഷ്ടിച്ചാൽ മതി. ബുദ്ധിയും ബോധവും ഇത്രയും കഴിവുകളും എല്ലാം തന്ന ഈ മനുഷ്യനെ ഭൂമിയിലേക്ക് വിട്ട് ഇത്രയും സാഹചര്യങ്ങളിലൂടെ ജീവിപ്പിക്കേണ്ട യാതൊരു കാര്യമില്ല. ഇതിനൊക്കെ ഉത്തരം നമുക്ക് അവിടെ ചെല്ലുമ്പോൾ കിട്ടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. നമുക്ക് ഉത്തരം അറിയാത്ത ഒരുപാട് ചോദ്യങ്ങളുണ്ട്. പക്ഷേ നമുക്ക് ജീവിക്കാൻ വേണ്ടതും മനസ്സിലാക്കാൻ വേണ്ടതുമായ എല്ലാ കാര്യങ്ങളും ഖുർആനിലൂടെ റബ്ബ് നമ്മളിലേക്ക്, നമ്മുടെ ഹബീബിലൂടെ എത്തിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈമാൻ നിലനിർത്തി പോരാൻ ഞാൻ പണ്ട് മുതലേ കേട്ടിരിക്കുന്ന നമ്മൾ ചെറുപ്പത്തിൽ ഒരുപാട് ഹബീബിൻ്റെ കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. അതിൽ ഹബീബ് പറഞ്ഞതായിട്ട് ഈ മുസ്ലിം ജനത എന്നെ ആരാധിക്കുമോ എന്നുള്ളൊരു ഭയം ഹബീബിനുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ അതൊക്കെ ഓർമ്മയുള്ളത് കൊണ്ട് തന്നെ ഞാൻ റബ്ബിലേക്ക് ഡയറക്റ്റ്, അതാണ് എൻ്റെ പ്രാർത്ഥന. റബ്ബിലേക്ക് ഡയറക്റ്റായിട്ടുള്ള പ്രാർത്ഥനയാണ്. നമ്മുടെ സുജൂദിലും നമ്മുടെ നമസ്കാരപ്പായിൽ നമ്മൾ ചോദിച്ചാൽ തരാത്തതായിട്ടൊന്നുമില്ല. എന്നിട്ടും നമ്മുടെ ഈമാൻ എവിടേക്കോ നഷ്ടപ്പെടുന്നുണ്ട്, നമുക്കൊരു മടി വരണുണ്ട്. അങ്ങനെയൊക്കെ ആകുമ്പോൾ വീണ്ടും വീണ്ടും റബ്ബിനോട് പടച്ചോനെ എന്താണ് വഴി മാറിപ്പോണത്, നിന്നിലേക്ക് കൂടുതൽ അടുപ്പിക്കണം എന്ന് നമ്മൾ ദുആ ചെയ്യും. ആ സമയത്ത് അങ്ങനെയാണ് ഞാൻ ഈ ഹബീബിലേക്ക് അടുത്തിരിക്കുന്നത്. ഹബീബിലേക്ക് മറ്റുള്ളവർ ഇഷ്ക് വയ്ക്കുമ്പോൾ, പ്രണയം വയ്ക്കുമ്പോൾ അത്രയൊന്നും എനിക്ക് പറ്റണില്ലല്ലോ എന്ന് ഞാൻ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ റബ്ബിലേക്ക് നമുക്ക് ഏറ്റവും അടുത്ത് ചേർന്ന് നിൽക്കാൻ, തെന്നി മാറാതെ നിൽക്കണം എന്നുണ്ടെങ്കിൽ അത് ഹബീബിലൂടെ റബ്ബിലേക്ക് അടുത്താൽ മാത്രമാണ്. അതിലൊരു സംശയമില്ല. എനിക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന ടിപ്സ് എന്ന് പറയുന്നത് മദ്ഹുകൾ കേൾക്കുക. ഹബീബിലേക്ക് അടുക്കണം എന്നുണ്ടെങ്കിൽ മദ്ഹുകൾ കേൾക്കുക, സ്വലാത്ത് ചൊല്ലുക. അതുപോലെ ഒരുപാട് ആളുകൾ എതിർക്കുന്ന കാര്യമാണ് മങ്കൂസ് മൗലൂദ്. ഡെയിലി മങ്കൂസ് മൗലൂദിൻ്റെ ബൈത്ത് ഒരു ഭാഗമാണെങ്കിലും അത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അതൊക്കെ ചെയ്യുന്ന സമയത്തും ഹദ്ദാദ്, മങ്കൂസ് മൗലൂദൊക്കെ ചൊല്ലുമ്പോൾ എതിർക്കുന്നവരുണ്ടല്ലോ, അത് നമ്മുടെ ഫാമിലികളിലുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കും, പടച്ചവനെ, ഞാൻ ചെയ്യുന്ന അമലുകൾ അത് നിന്നിലേക്ക് എത്താൻ വേണ്ടി, നിന്നിലേക്ക് അടുത്ത് ചേർന്ന് നിൽക്കാൻ വേണ്ടിയാണ്, ഹബീബിലേക്കും റബ്ബിലേക്കും അടുക്കാൻ വേണ്ടി ചെയ്യുന്ന അമലുകൾ. എന്തെങ്കിലും ഞാൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ, എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ, ശിർക്കുണ്ടെങ്കിൽ റബ്ബെ എന്നെ വഴി മാറ്റി വിടണം. പക്ഷേ എനിക്കെല്ലാം നല്ല സൂചനകളാണ് കിട്ടണത്. പിന്നെ ഞാൻ എന്തിനു വഴി മാറിപ്പോണം? ചെയ്യുന്ന അമലുകൾ അത് തന്നെ തുടർന്ന് പോകാൻ തന്നെയാണ് എൻ്റെ തീരുമാനം. മറ്റുള്ളവർ പറയുന്നതൊന്നും എന്ത് കരുതി അവരിൽ തെറ്റുണ്ടെന്ന് ഒരിക്കലും ഞാൻ വിശ്വസിക്കുന്നില്ല. അവർ ഡയറക്റ്റ് റബ്ബിലേക്കാണ്. അവർ മറ്റൊന്നിലേക്കും അവർ തിരിയുന്നില്ല. പക്ഷേ എനിക്ക് ഹബീബിലൂടെ റബ്ബിലേക്ക് എത്താനാണ്. അങ്ങനെ ജീവിച്ച് മരിക്കാൻ തന്നെയാണ് എൻ്റെ ആഗ്രഹം. എല്ലാവരും എനിക്ക് വാട്സപ്പ് ചെയ്യുമ്പോൾ ചെയ്ത അമലുകളെക്കുറിച്ചാണ് ചോദിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ജനുവരി മുതൽ ഒരുപാട് അമലുകൾ നല്ല
നിഷ്ഠയോടെ ചെയ്തു പോന്നിട്ടുണ്ട്. ഞാനൊരു സലാത്ത് ഗ്രൂപ്പിലൊക്കെ ഉണ്ട്. അപ്പോൾ അവർ തരുന്ന നിർദ്ദേശപ്രകാരം നമ്മുടെ അമലുകളൊക്കെ വർദ്ധിപ്പിച്ചു. പക്ഷേ ആ ഗ്രൂപ്പിൽ വർഷങ്ങളായി തുടരുന്ന പലരും കാണാത്ത കാഴ്ചയാണ് ഹബീബിനെ എനിക്ക് കാണാം. എനിക്കത് വളരെ പെട്ടെന്നാണ്, ഞാനെന്തോ അതിലേക്ക് അടുത്ത് നിൽക്കായിരുന്നു. പക്ഷേ ഈ ഒരു അമലുകളുടെ മീൻസ് മെഡിറ്റേഷൻ്റെ ഒരു 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 അകലം മാത്രമാണ് എനിക്കുണ്ടായിരുന്നത്. ഞാൻ ആ ഒരു മെഡിറ്റേഷൻ ഒരു ഇതിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഇബാദത്ത് ചെയ്ത് പടച്ചോനിലേക്ക് ചേർന്ന് നിന്ന സമയത്താണ് ഞാൻ ഈ ഒരു സ്വപ്നം കണ്ടേക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും സാധിക്കും. നമ്മുടെ തെറ്റുകുറ്റങ്ങളൊക്കെ പടച്ചോൻ പൊറുക്കും. നമ്മുടെ പോരായ്മകളൊക്കെ പടച്ചോനിക്കറിയാം. പടച്ചോൻ്റെ സൃഷ്ടിയുടെ പോരായ്മകൾ റബ്ബിനോളം മറ്റാർക്കും അറിയില്ല. അതാണ് സത്യം. ബുദ്ധിയുള്ളവരും ബുദ്ധിയില്ലാത്തവരും കഴിവുള്ളവരും കഴിവ് കുറഞ്ഞവരും എല്ലാവരും ഉണ്ട് ഈ ദുനിയാവിൽ. അപ്പോൾ നമ്മുടെ പോരായ്മകൾ എല്ലാവർക്കും. പക്ഷേ ഖുറാനിൽ ഒരൊറ്റ ഖുറാനേ ഉള്ളൂ, എല്ലാവർക്കും വേണ്ടിയിട്ടാണത്. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ മനസ്സിലാക്കുന്നതും പടച്ചോനെ നമ്മൾ ശരിക്കും മനസ്സിലാവുന്നുണ്ട്. നമ്മുടെ ഓരോ സെക്കൻഡും നമ്മുടെ ചിന്തകൾ, നമ്മുടെ എല്ലാ കാര്യങ്ങളും റബ്ബിനോളം മറ്റാർക്കും മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതുവരെയും നമുക്ക് വന്ന പോരായ്മകളെല്ലാം നമ്മുടെ റബ്ബ് നമ്മളോട് പുറത്തു തരും. ഇനിയാണെങ്കിലും നമുക്ക് തുടർന്ന് നല്ല രീതിയിൽ റബ്ബിനോട് ചേർന്ന് ജീവിച്ച് മരിക്കാൻ സാധിക്കട്ടെ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ സാധിക്കട്ടെ. ഇതുപോലെയുള്ള അനുഭവങ്ങൾ എനിക്കുണ്ടായാലും ഞാൻ വിചാരിക്കും, റബ്ബേ ഞാനിനി എങ്ങനെ ജീവിച്ചാൽ മതിയാവും അല്ലാ, ഞാൻ എങ്ങനെ ജീവിച്ചാൽ റബ്ബിനി തൃപ്തിയാവും എന്നൊക്കെ ഞാൻ വിചാരിക്കും. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ എനിക്കൊരു ഡ്രീമുണ്ട്, അതിലേക്ക് എത്തണം. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഞാൻ സ്വപ്നം കാണും. അതിനുശേഷം പല അനുഭവങ്ങളും ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, ഇനിയും ഈ ഒരു നമസ്കാരപ്പായും തസ്ബിയും മാത്രമായിട്ടിരുന്നാലും എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഞാൻ വിചാരിക്കും, ഇത് മാത്രമല്ലല്ലോ ജീവിതം, ഇബാദത്തിന് വേണ്ടി മാത്രമല്ലല്ലോ നമ്മളെങ്ങോട്ടേക്ക് അയച്ചേക്കുന്നത്, വേറെ എന്തൊക്കെയോ ചെയ്യാനുണ്ട്. അപ്പോൾ എൻ്റെ ലക്ഷ്യത്തിലേക്ക് എനിക്ക് എത്തണം. എനിക്ക് കൂടുതലായി എന്തൊക്കെയോ ചെയ്യാനുണ്ട്. അത് എൻ്റെ ചിന്ത ശരിയാണെങ്കിൽ റബ്ബ് എന്നെ അതിലേക്കും എത്തിക്കും, എൻ്റെ ലക്ഷ്യത്തിലേക്കും എത്തിക്കും. അതിലും എനിക്ക് വിജയം നൽകും. എൻ്റെ ചിന്ത തെറ്റാണെങ്കിൽ എന്നെ അതിന് തടയും. അതാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അതുപോലെ ഞാൻ ഇങ്ങനെ ഇരുന്ന് ദിക്റും സ്വലാത്തും ഒക്കെ ചൊല്ലുന്ന സമയത്ത് ഹബീബിനെ കാണുന്നതിന് മുൻപ് ഞാൻ ഓർക്കുമായിരുന്നു, റബ്ബേ ഒരു മുറിയിൽ ഒരു മൂലയ്ക്ക് ഇരുന്ന് ഞാൻ ഇത് മാത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്കതൊരു സ്വാർത്ഥത പോലെയാണ് ഫീൽ ചെയ്തത്. എനിക്ക് വേണ്ടി മാത്രം ഞാനിരുന്ന് ഇങ്ങനെ ദിക്റ് ചൊല്ലിക്കൊണ്ടേയിരിക്കുക, അതാണോ എന്നെ ഈ ഭൂമിയിലേക്ക് അയച്ചേക്കുന്ന ദൗത്യം? ഇതിനാണോ ഇങ്ങനെ, ഇത് മാത്രമാണോ എന്നൊക്കെ ഞാൻ ചിന്തിക്കും. അപ്പോഴും ഞാൻ വിചാരിക്കും, മരണസമയം നന്നാക്കി കിട്ടട്ടെ. ഞാൻ ചൊല്ലുന്ന സലാത്തും ദിക്റുകളും അമലുകളും എൻ്റെ റൂഹ് പിരിയേണ്ട സമയമുണ്ടല്ലോ, അത് വല്ലാത്തൊരു സമയമല്ലേ. അത് എളുപ്പമാകാൻ വേണ്ടിയിട്ട് ഉപകരിക്കട്ടെ. എൻ്റെ ഖബറിൽ അതും എനിക്കൊരു വെളിച്ചമായിട്ട് നിൽക്കട്ടെ. അത്രേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്കുള്ളൊരു ജീവിതത്തിലേക്ക് എന്നൊന്നും ഞാൻ ചൊല്ലുന്ന സലാത്തും ദിക്റുകളും ഒന്നും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ചിന്തിക്കാനുള്ള കാരണം തന്നെ എനിക്ക് കുറച്ച് നാളുകളായിട്ട് പകൽ കിടന്നുറങ്ങുന്ന സമയത്ത് സ്ലീപ്പിംഗ് പാരാലിസിസ് എന്ന് പറയും. അങ്ങനെ തന്നെയാണോ പ്രൊനൗൺസ് ചെയ്യുന്നത് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഗൂഗിൾ ചെയ്തതാണ്. കാരണം ഞാൻ പകൽ എനിക്കങ്ങനെ ഒറ്റയ്ക്ക് ഉറങ്ങാനൊക്കെ ഉള്ള പേടിയൊക്കെ ഉള്ള ഒരാളാണ്, വീട്ടിൽ ഒറ്റയ്ക്കാണെങ്കിൽ. അപ്പോൾ ഞാനങ്ങനെ പകലൊന്നും ഉറങ്ങാറുമില്ല. വല്ലപ്പോഴും ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയാൽ പല പ്രാവശ്യവും എനിക്ക് ഉണ്ടായേക്കുന്ന ഒരു അനുഭവമാണ്, പെട്ടെന്ന് ഞാൻ ഉണരും എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബ്രെയിൻ ഉണരും. എനിക്ക് എഴുന്നേൽക്കണം എന്ന് തോന്നും, എൻ്റെ ശരീരം അനക്കാൻ പറ്റില്ല. അത് ഒരുപാട് ആളുകൾ ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലമാണ്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ എനിക്ക് ഫസ്റ്റ് ടൈം എനിക്ക് ഒരു 13 വർഷം മുൻപ് ഞാൻ ആദ്യം എൻ്റെ 3ാമത്തെ ഡെലിവറി കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ ഞാൻ ഒരുപാട് പരമാവധി ശ്രമിച്ചു, ഒരുപാട് ദുആ ചെയ്തു. ഞാൻ വിചാരിച്ചു മരിച്ചു പോയ പോലെയാണ്, ശരീരം അനക്കാൻ പറ്റണില്ല. പക്ഷേ എനിക്ക് അവിടെ ഉള്ളതൊക്കെ എന്തൊക്കെയോ കാണാനും പറ്റണുണ്ട്. ഉമ്മച്ചീനെയും എന്നെ നോക്കാൻ വന്ന ചേച്ചീനെയൊക്കെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് അവരവിടെ ഇരിക്കും പോലെ. പക്ഷേ എനിക്ക് സംസാരിക്കാനും എഴുന്നേൽക്കാനും പറ്റണില്ല. എൻ്റെ ഓപ്പോസിറ്റുള്ള ഭിത്തി കാണാം, അങ്ങനെ ഒരു അവസ്ഥ. ആ സമയത്ത് റബ്ബേ ഞാനിനി നല്ല രീതിയിൽ ജീവിച്ചോളാം, എന്തൊക്കെയാണ് ഞാൻ മരിച്ചു പോണതാണോ, എന്താ സംഭവം, അതോ ഇനി മരിക്കാറായോ, അതുകൊണ്ടാണോ ഇങ്ങനെ ഒരു അനുഭവം, 40 ദിവസം മുൻപ് അറിയൂ എന്നൊക്കെ പറയില്ല എന്ന് പറഞ്ഞാൽ അതാണോ ഈ അനുഭവം എന്നൊക്കെ വിചാരിച്ചിട്ട്
ശരിക്കും പേടിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എൻ്റെ വീടൊക്കെ വെച്ച് മാറി ഇങ്ങോട്ട് താമസിച്ചിട്ടും ഒറ്റയ്ക്ക് അങ്ങനെ ഉറങ്ങിപ്പോകുന്ന സമയത്ത് എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മരണം എന്താണെന്നും നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ നമ്മൾ അലറി വിളിച്ച് കരയും എന്നൊക്കെ. അപ്പോൾ അതൊക്കെ സത്യമാണെന്നുള്ളത് എനിക്ക് എൻ്റെ ആ ഒരു എക്സ്പീരിയൻസിലൂടെ മനസ്സിലാക്കിയേക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അമലുകൾ ചെയ്യുമ്പോൾ ഞാൻ വിചാരിക്കും ആ സമയം അത് നമുക്ക് നന്നായിരിക്കാം. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ചെയ്യുന്ന അമലുകൾ ഉപകരിക്കും എന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമെന്നറിയില്ല, ഇത്തവണ എനിക്ക് ലാസ്റ്റ് ഒരു മാസം മുൻപ് ഈ അവസ്ഥയുണ്ടായി. സാധാരണ ഈ അവസ്ഥ ഉണ്ടാകുമ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞ ഒരു നെഗറ്റീവ് എനർജിയാണ് ഫീൽ ചെയ്യുന്നത്. പുറകെ ആരോ ഒരു ഭീകരമായൊരു രൂപം, എന്തോ ഒരു നെഗറ്റീവായിട്ടുള്ളത് നമ്മുടെ അടുത്തുണ്ടെന്നും നമ്മളെ ഉപദ്രവിക്കും. പക്ഷേ എനിക്ക് പലർക്കും പല രീതിയിലാണ് നെഞ്ചത്ത് കയറിയിരിക്കും പോലെയൊക്കെ ഫീൽ ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷേ എനിക്ക് എന്നെ തൊടുന്നില്ല, പക്ഷേ എന്തോ എൻ്റെ തൊട്ട് പുറകെ നിൽക്കും പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഹൃദയമിടിപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഹൃദയം വല്ലാതെ പടപടാന്നിടിക്കും, നെഞ്ച് പൊട്ടി പോകുന്ന പോലെ. ഇതൊക്കെയാണ് ആ ഒരു ഇതിൻ്റെ അവസ്ഥ. അപ്പം അങ്ങനെ എനിക്ക് ഇടയ്ക്ക് ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈ തവണ ലാസ്റ്റ് എനിക്കുണ്ടായപ്പോൾ ഞാൻ എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മൾ മനസ്സിൽ തന്നെ ആയത്തുൽ കുർസി ഊതി അങ്ങനെയാണ് ഞാൻ എൻ്റെ റിലീഫ് ആവണത്. അത് ശരിക്കും ബ്രെയിൻ ഉണരും, ബോഡി ഉറങ്ങായിരിക്കും എന്നുള്ളൊരവസ്ഥയാണ്. അപ്പോൾ ഈ തവണ എനിക്ക് ശരിക്കും എൻ്റെ കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല, പക്ഷേ കണ്ണ് നിറയെ വൈറ്റ് സ്ക്രീനിൽ പച്ച കുബ്ബയാണ് വന്നത്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എൻ്റെ ഹബീബാണ്, എൻ്റെ റബ്ബാണ്, എല്ലാം സത്യസന്ധമായ വാക്കുകളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ആരൊക്കെ എൻ്റെ വോയിസ് കേൾക്കുന്നുണ്ടോ അവരെല്ലാവരും ഇതെല്ലാം നമ്മുടെ ഇബാദത്തുകളും നമ്മുടെ റബ്ബിനെയും ശരിക്ക് മുറുകെ പിടിച്ച് മുന്നോട്ട് പോവാം. അതുപോലെ നമ്മൾ യാസീൻ ഓതുന്ന സമയത്തും ഞാൻ വിചാരിക്കുമായിരുന്നു, ഇപ്പോൾ നമ്മൾ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് യാസീനോതും ഹബീബിനോതും അങ്ങനെയൊക്കെ ഓതുമല്ലോ. അപ്പോൾ എനിക്ക് സമയമില്ലെങ്കിൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക്. അപ്പോഴും ഞാൻ വിചാരിക്കും, റബ്ബേ ഹബീബിന് എൻ്റെ യാസീൻ കിട്ടിയിട്ട് വേണ്ടല്ലോ. ഹബീബിന് ഒരു ദിവസം എത്രയോ യാസീൻ ആ റോളയിലേക്ക് എത്തുന്നുണ്ട്, എൻ്റെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഓതും. അപ്പോൾ ശരിക്കും നമ്മൾ നമുക്ക് വേണ്ടിയല്ല, മറ്റുള്ളവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കരുണ ചെയ്യുമ്പോഴാണ് ഹബീബും റബ്ബും സന്തോഷിക്കുന്നത്. അതിലൊരു സംശയവും വേണ്ട. പിന്നെ വേറെന്താ പറയുക, ഇത്രയ്ക്കാണ് കാര്യങ്ങൾ. ഇനിയും നിങ്ങൾക്കും ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സംശയങ്ങളുണ്ടാവും, എനിക്കും പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. അപ്പോൾ ഓരോ ദിവസം റമദാൻ പോലെ പരിശുദ്ധമായി നിങ്ങൾ ഹബീബിനെ സ്വപ്നം കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ റമദാൻ പോലെ പരിശുദ്ധമായി തന്നെ നമ്മൾ ജീവിച്ച് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഓരോരുത്തരുടെയും അടുത്ത് ഹബീബ് വരും. അതിലൊരു സംശയവും വേണ്ട, പ്രതീക്ഷ വേണം. ഇനി വന്നില്ലെങ്കിൽ നമ്മുടെ റൂഹ് പിരിയണ സമയത്തെങ്കിലും നമ്മുടെ അടുത്തുണ്ടാവും. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും കാണാൻ സാധിക്കട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താണ്. ഒരുപാട് കാര്യങ്ങളൊക്കെ പറയാൻ പറ്റി എന്ന് തോന്നുന്നുണ്ട്. പറ്റാവുന്ന അത്ര അമലുകൾ വർദ്ധിപ്പിക്കുക. അമലുകൾ മാത്രമല്ല ജീവിതം. എൻ്റെ ഏറ്റവും അടുത്ത എൻ്റെ സുഹൃത്ത് പറഞ്ഞതുപോലെ ഞാനിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എനിക്കും ശരിക്കും ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഇബാദത്ത് ചെയ്തൊരു റൂമിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഇനി അത്ഭുതങ്ങൾ കാണാനും അനുഭവിക്കാനും പറ്റുമെന്നറിയാം. എന്നാലും വേറെ എന്തൊക്കെയോ ചെയ്യാനുണ്ടെന്നും എൻ്റെ മനസ്സ് പറയുന്നുണ്ട്. അപ്പോൾ ഈ ദുനിയാവ് ചെറുതാണ്, എന്നിരുന്നാലും എൻ്റെ ഫ്രണ്ട് എനിക്ക് പറഞ്ഞു തന്നതാണ്, നമ്മൾ അമലുകൾ ചെയ്യുമ്പോൾ നാളെ മരിക്കുമെന്ന് വിചാരിച്ച് റബ്ബിന് വേണ്ടിയിട്ട് ചെയ്യാം. പക്ഷേ നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമുക്കൊരു പ്രതീക്ഷയുണ്ട്. ഈ ദുനിയാവിൽ ഓരോ കാര്യങ്ങളും ജീവിച്ച് മരിക്കുന്നവരെ വീട് വയ്ക്കുക, മക്കളെ വളർത്തുക, നമ്മുടെ കരിയർ ബിൽഡ് ചെയ്യുക, എല്ലാം അത് നമ്മൾ 1000 വർഷം ജീവിക്കുന്ന കരുതി വേണം നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ. അതാണ് റബ്ബ് പറഞ്ഞിരിക്കുന്നതും. നാളെ ലോകം അവസാനിക്കുമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇന്ന് ലോകം അവസാനിക്കുന്നുണ്ടെങ്കിൽ ഒരു ചെടി നടാൻ പറ്റുമെങ്കിൽ അത് ചെയ്യാം. അതാണ് പ്രതീക്ഷ. അങ്ങനെ വേണം ചെയ്യാൻ. അതുകൊണ്ട് തന്നെ ഇബാദത്ത് മാത്രമല്ല ജീവിതം, ഭൂമിയിൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ നന്മകളും എല്ലാം പടച്ചോൻ സ്വീകരിക്കും. ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും
ഹാപ്പി ആയിട്ടിരിക്കുക. എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും പടച്ചോനിൽ നിന്നുണ്ടാവട്ടെ ഇൻഷാ അല്ലാ. വീണ്ടും കാണുന്നവരെല്ലാവർക്കും എൻ്റെ നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.